കാരശ്ശേരി പഞ്ചായത്തിലെ കാരമൂല വല്ലത്തായി പാറ പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന വല്ലത്തായി കടവ് പാലം പ്രവൃത്തി വൈകിയതോടെ യാത്രാ ദുരിതത്തിലായി പ്രദേശവാസികൾ. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ കിലോമീറ്ററുകൾ ചുറ്റി വേണം യാത്ര ചെയ്യാൻ. കഴിഞ്ഞ ഏപ്രിലിൽ പണി പൂർത്തിയാക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കിയിരുന്നെങ്കിലും ഇതുവരെ പകുതിയോളമേ ആയിട്ടുള്ളൂ. കാരമൂലയിലെ ചെറുപുഴയുടെ വല്ലത്തായി കടവിലുണ്ടായിരുന്ന പഴയ വെന്റ് പൈപ്പ് പാലം വളരെ ഉയരം കുറഞ്ഞതായിരുന്നതിനാൽ മഴക്കാലം തുടങ്ങുമ്പോൾ മുതൽ വെള്ളത്തിനടിയിലായി ഈ റൂട്ടിൽ ഗതാഗതം മുടങ്ങുകയും തൊട്ടടുത്തുള്ള സ്കൂളുകളിലേക്കും ആശുപത്രിയിലേക്കും അങ്ങാടിയിലേക്കുമൊക്കെ കുട്ടികളടക്കമുള്ള നാട്ടുകാർക്ക് എത്തിച്ചേരാൻ ഏറെ ചുറ്റിക്കറങ്ങി യാത്ര ചെയ്യുകയും ചെയ്യണമായിരുന്നു. വീതി കുറഞ്ഞ പാലവും ഇരുവശത്തും വളവുകളുമായിരുന്നതിനാൽ ബസ് പോലുള്ള വലിയ വാഹനങ്ങൾ ഓടാൻ പറ്റുന്നതുമായിരുന്നില്ല. ഇതുമൂലം നല്ല റോഡുണ്ടായിട്ടും ബസ് ഗതാഗതമില്ലായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഉയരം കൂടിയ കോൺക്രീറ്റ് പാലം വേണമെന്ന ആവശ്യത്തിന് വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പ് ഉണ്ടായത്. 2021 ഫെബ്രുവരിയിൽ കോൺക്രീറ്റ് പാലം അനുവദിച്ചു. പക്ഷേ പ്രവൃത്തി തുടങ്ങാനായത് 2 വർഷത്തോളം കഴിഞ്ഞാണ്. കഴിഞ്ഞ ഏപ്രിലിൽ പണി പൂർത്തിയാക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കിയിരുന്നെങ്കിലും ഇതുവരെ പകുതിയോളമേ ആയിട്ടുള്ളൂ. ഫണ്ട് ലഭിക്കാത്ത കാരണത്താൽ ഇതിനിടെ 4 മാസത്തോളം പ്രവൃത്തി മുടങ്ങിക്കിടന്നിരുന്നു. കഴിഞ്ഞ മാസമാണ് പ്രവൃത്തി പുനരാരംഭിച്ചത്. അത് 2 വർഷത്തോളമായിട്ട് അതിന്റെ പണി എഴഞ്ഞു നീങ്ങുക, ഒച്ചിന്റെ വേഗത്തിൽ എഴഞ്ഞു നീങ്ങുന്നത്. ഇവർ പറയുന്നത് ചോദിക്കുമ്പോൾ കരാറുകാരെ മാറ്റിക്കൊടുത്ത് കരാറുകാർ സബ് കോൺട്രാക്ട് കൊടുത്തുകൊണ്ട് അങ്ങനെ നീങ്ങുക. ഡെയിലി 2-3 ബംഗാളി ലേബേഴ്സിനെ വെച്ചിട്ട് അതിന്റെ പണി നടക്കുന്നത്. ഇത് വല്ലത്തായിപ്പാറ കക്കാടംപൊയിൽ ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് കേന്ദ്രമായ കക്കാടംപൊയിലിനെയൊക്കെ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ്. ഇവിടെ നേർക്ക് മുക്കത്തേക്ക് യാത്ര ചെയ്യാൻ ഒരു 5 മിനിറ്റ് മതി വല്ലത്തായിപ്പാറക്കാർക്ക്. ഈ സാഹചര്യം കൊണ്ട് കളരിക്കണ്ടി വഴിക്ക് ആൾക്കാർ ചുറ്റി പോകുന്നത്. തൂണുകളും ബീമുകളും വാർത്ത പാലത്തിന് സ്ലാബ് വാർക്കാനുള്ള കമ്പികൾ ഒരു ഭാഗത്ത് കെട്ടിയൊരുക്കുന്ന പ്രവൃത്തിയാണ് നടന്നുവരുന്നത്. 10ഓളം പണിക്കാരാണ് ഈ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിട്ടുള്ളത്. പാലം പണി തുടങ്ങിയത് മുതൽ വല്ലത്തായിപ്പാറ, കപ്പാല തുടങ്ങിയ പ്രദേശങ്ങളിലെ നാട്ടുകാർ തൊട്ടടുത്ത കാരമൂല, ആനയാംകുന്ന്, മുക്കം എന്നിവിടങ്ങളിലേക്കൊക്കെ ഏറെ ചുറ്റിക്കറങ്ങി യാത്ര ചെയ്യേണ്ട അവസ്ഥയാണ്. തൊട്ടടുത്തുള്ള സ്കൂളുകളിലേക്കുള്ള വിദ്യാർത്ഥികളാണ് ദുരിതം അനുഭവിക്കുന്നത്. പാലം വന്നാൽ തേക്കുംകുറ്റി, മരഞ്ചാട്ടി, തോട്ടക്കാട്, തോട്ടുമുക്കം, കക്കാടംപൊയിൽ തുടങ്ങിയ ഉൾനാടുകളിലേക്ക് ബസ് ഗതാഗതമടക്കമുള്ള യാത്രാ സൗകര്യമെത്തും. ഈ ഗ്രാമങ്ങളുടെ പുരോഗതിക്കും ഏറെ ഉപകാരപ്പെടും. എനിക്ക് സംബന്ധിച്ചോളം കച്ചവടം കടയിലേക്ക് സാധനം കൊണ്ടുവരാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. വണ്ടിക്ക് കറങ്ങിയാണ് വരുന്നത്. മുരുകമ്പുഴ ഇങ്ങനെ കറങ്ങി വരണം. പിന്നെ സ്കൂളുകൾ 2-3 സ്കൂളിലേക്ക്, കാരമൂല സ്കൂളിൽ ഇവരൊക്കെ കറങ്ങി അപ്പുറത്തൂടെ പോകണേ, പാലം കിടന്ന് അതിലെ പോകണം. അല്ലെങ്കിൽ വണ്ടി ആണെങ്കിൽ തന്നെ സ്കൂൾ ബസ്സൊക്കെ വരണ തന്നെ കുറേ ദൂരം കറങ്ങി വരാണ്ട്. പിന്നെ ഇതിപ്പോൾ തുടങ്ങിയിട്ട് 2 വർഷം കഴിഞ്ഞു തോന്നുന്നു. പല യാത്രക്കാർക്കും പല ബുദ്ധിമുട്ടുണ്ട്. തോട്ടുമുക്കം, മരഞ്ചാട്ടി ഒക്കെ പോണവരൊക്കെ കറങ്ങി തെങ്കുറ്റി അതിലെ പോണവരുണ്ട്. പിന്നെ കക്കാടംപൊയിൽ പോണ റൂട്ട് അതും ഇതിലാണ്, ഷോർട്ടാണ്, എളുപ്പമാണ്. അതൊക്കെ പോകുന്നപ്പോൾ കൂടരഞ്ഞാൽ കറങ്ങി പോകുന്നുണ്ട്. അങ്ങനെ പല ബുദ്ധിമുട്ടുകളുണ്ട്. കൂടുതൽ തൊഴിലാളികളെ ഉൾപ്പെടുത്തി പാലം പ്രവൃത്തി എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് ഗതാഗത യോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം.